പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവിതയാത്രയിൽ കൂടെയുണ്ട്, തളരാതെ എന്നും താങ്ങിടുന്നു. പരുപൊക്കെയാണത്തെ ചാടിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ജീവിതയാത്രയിൽ കൂടെയുണ്ട്, തളരാതെ എന്നും താങ്ങിടുന്നു. പരുപൊക്കെയാണത്തെ ചാടിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ഈ ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു, സ്നേഹസ്വരൂപനെ ഞാൻ രുചിച്ചറിഞ്ഞു. ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെന്നും പാടി സ്തുതിക്കുമേ. നന്ദിയോടെന്നും പാടി സ്തുതിക്കുമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 2-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിന്റെ മുമ്പോട്ടുള്ള വഴി അടച്ച കല്ലുകളെ ദൈവം ഉരുട്ടി നീക്കുവാൻ പോകുന്നു. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളിലേക്ക്. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടി നീക്കിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. 4-ാമത്തെ വാക്യം, അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടി നീക്കി കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നോട് പ്രാർത്ഥനാ മുറിയിൽ ദൈവം പറഞ്ഞു, നിന്റെ മുമ്പോട്ടുള്ള വഴികളെ അടച്ചു കളഞ്ഞ കല്ലുകളെ ദൈവം ഉരുട്ടി നീക്കി കളയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? എനിക്കും നിങ്ങൾക്കും ഇനി ആ കല്ലിനെ ഉരുട്ടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം ആ കല്ലുകളെ ഉരുട്ടി നീക്കുവാൻ പോവുകയാണ്. ഇതാ 3 സ്ത്രീകൾ അവർ യേശുവിൻ്റെ കല്ലറയിലേക്ക് സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ അവർ ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ മുമ്പിൽ വലിയൊരു ചോദ്യമുണ്ട്. നമുക്ക് വേണ്ടി ആർ ആ കല്ല് ഉരുട്ടി നീക്കും? നിങ്ങൾ നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ചോദ്യങ്ങളും ഓരോ ചിന്തകളും നമ്മുടെ സ്പീഡിനെ കുറയ്ക്കും. ആര് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും? എങ്ങനെയാ വഴി തുറക്കും? ഇങ്ങനെയൊക്കെയുള്ള അനേക കാര്യങ്ങൾ കാണാൻ പറ്റും. അതിനകത്തെല്ലാം വിശ്വാസത്തിൽ നിങ്ങളൊരു സ്റ്റെപ്പ് വയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആദൃശ്യ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ആ 3 സ്ത്രീകൾ പിന്നോട്ട് പോയില്ല. ചില ചോദ്യങ്ങളും ചില ചിന്തകളും ഉറപ്പായി നമ്മളെ പിന്നിലോട്ട് വലിക്കും. എന്നാൽ വിശ്വാസത്തിൽ സ്റ്റെപ്പ് വയ്ക്കുന്ന, തളരാതെ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന, തളരാതെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ആ കല്ലിനെ ഉരുട്ടി നീക്കും. ഞാനിത് ഇത്രയും നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദൃശ്യവാക്യം വായിക്കുന്ന സമയത്ത് ഇതുവരെയും ഇടപെടാത്തതുപോലെ ഒരു വാക്യം എന്നോട് ഇടപെട്ടു. സദൃശ്യവാക്യം 26-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടി വെക്കുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ഈ പദം പറയുന്നത് ഒരു മുത്തശ്ശി കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു കടങ്കഥയായിട്ടോ ഒന്നുമല്ല. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴുമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണാറുണ്ട് അനേക കുഴികൾ കുഴിക്കുന്നവരെ. അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിൻ്റെ ജീവിതത്തെ മുൻപോട്ട് വിടാതെ, നിൻ്റെ നന്മകളെ കണ്ട് ഇഷ്ടപ്പെടാത്ത പലവരും നിന്നെ വീഴ്ത്തേണ്ടതിന് വേണ്ടി ചില കുഴികൾ കുഴിക്കുന്നുണ്ടാകാം. അതിനും അപ്പുറത്തായി ഇന്ന് ചിന്തിക്കുന്ന 2-ാമത്തെ പദമാണ്. ആ 2-ാമത്തെ പദം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് വായിക്കാം. കല്ല് ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും. ഈ വാക്യം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ആഴമായി എന്നോട് ഇടപെട്ടു. ജീവിതത്തിൽ ഞാനും നിങ്ങളും അറിയാതെ പല മേഖലകളിൽ ശത്രു കല്ലുരുട്ടി വയ്ക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുടുംബഭാരമായി സാമ്പത്തികം ഇല്ലാതെ വീടും വസ്തുവൊക്കെ വിൽക്കാൻ നോക്കുന്നവരുണ്ട്. അവരെങ്ങനെയും ആ വീടും വസ്തുവും വിറ്റ് അല്ലെങ്കിൽ ആ വസ്തു കച്ചവടമാക്കിയിട്ട്
അവരെ കടബാധയിൽ മാറി ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാത്ത നിലയിൽ അയൽവാസികളോ ബന്ധുക്കാരോ ആരെങ്കിലുമൊക്കെ ചില കല്ലുകൾ അതിൻ്റെ നടുവിൽ കൊണ്ടുവയ്ക്കും. ആ വസ്തു ശരിയല്ല, ആ വസ്തുവിന് ഭയങ്കര വിലയാണ്. ഒരു കുറവുമില്ലാത്ത ആ വസ്തുവിൻ്റെ മേളിൽ ചില കല്ലുകൾ ഉരുട്ടി വയ്ക്കുകയാണ്. ആ പാവപ്പെട്ടവർ എങ്ങനെയും അടുത്ത നിലയിലേക്കൊന്ന് ജീവിക്കാൻ ആഗ്രഹിച്ച് മരണത്തെ മുൻപിൽ കാണുന്നവർ എങ്ങനെയും ഒരു വഴി തുറക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ വില ഇടിച്ചുകൊണ്ട് ചില കല്ലുകൾ ഉരുട്ടി വയ്ക്കാറുണ്ട്. ചിലവരെ ജോലിയിൽ ഒരു ഉയർച്ച വരുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ ചില കല്ലുകൾ ഉരുട്ടി വയ്ക്കാറുണ്ട്. നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളോടുള്ള ദൂതാണെന്ന്. എനിക്ക് ഇന്ന് ഈ മോർണിംഗ് മെസ്സേജിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ ദൈവം നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുകളെ ഉരുട്ടി നീക്കുന്നവനാണ്. ചില മാതാപിതാക്കൾ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. മക്കളുടെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് ആ വിവാഹം എല്ലാം അടുത്തുനിന്ന് കാണുമ്പോൾ ചിലവർ വന്നിട്ട് പറയും, ഇതൊന്നുകൂടെ ആലോചിക്കണേ, ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചില കല്ലുകൾ ഉരുട്ടി വയ്ക്കും. എന്നാൽ നിങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം ഈ പ്രഭാതത്തിൽ ചില കല്ലുകളെ ഉരുട്ടി നീക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ വർഷങ്ങളായി ശത്രു അടച്ചു വച്ചിരിക്കുന്ന ചില കല്ലുകളെ കർത്താവ് ഉരുട്ടി നീക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാം. ഈ സമയത്ത് തന്നെ കണ്ണുകളൊന്നടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ശത്രു അടച്ചു വച്ചിരിക്കുന്ന ചില കല്ലുകളെ ഇന്നങ്ങ് ഉരുട്ടി നീക്കണമേ അപ്പാ. മുമ്പോട്ട് വിടാത്ത രീതിയിൽ, നന്മകളെ തടയുന്ന രീതിയിൽ കർത്താവെ അടച്ചു വച്ചിരിക്കുന്ന ചില കല്ലുകളെ എൻ്റെ കർത്താവ് തിരിച്ചുരുട്ടാൻ പോകുന്നതിനായി നന്ദി. ആ വാക്യത്തിൻ്റെ ആഴം, ആ കല്ലുകൾ അവിടെ സ്ഥിരമായിരിക്കത്തില്ല. കർത്താവ് അതിൻ്റെ സമയത്തിന് അതിനെ ഉരുട്ടി നീക്കുകയാണ്. യേശുവെ, ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കളും ഈ വചനത്താൽ വിടുതൽ പ്രാപിക്കണമേ. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും അതിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് 9072 എന്ന് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. സൂം ലിങ്കുകൾക്ക് നിങ്ങൾ വിളിച്ചാട്ടെ. ആ കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. അതേപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരിലൊക്കെ നടക്കുന്ന ആരാധനയിലേക്ക് നിങ്ങൾ കടന്നു വരണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.